ഹലോ, ഇന്ന് ഒരു കേക്ക് ഡിസൈൻ വീഡിയോ ആണ് കേട്ടോ. സ്പൈഡർമാൻ തീം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ബട്ടർസ്കോച്ച് കേക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ടയർ കേക്കാണ്. കേക്ക് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് വെച്ച് ഫൈനൽ കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് റെഡ് കളറിൽ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഡ്രസ്സ് റെഡ് കളറിലാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് വൈറ്റ് കളറിലാണ് ഫിനിഷ് ചെയ്തെടുത്തത്. അതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീമിലോട്ട് റെഡ് കളറ് ചേർത്തിട്ട് ഒന്നുകൂടി ഐസിങ് ചെയ്തെടുക്കാനുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കളറ് നല്ല റെഡ് കളർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ക്രീമിൽ മാത്രമേ നമുക്ക് കളറ് ചേർക്കേണ്ടി വരുള്ളൂ. അപ്പോൾ കളർ യൂസ് ചെയ്യുന്ന ആ ഒരു കളറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറവായിരിക്കും. എപ്പോഴും കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അകത്ത് കൊടുത്തിട്ടുള്ള വൈറ്റ് ക്രീം സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. 2 ടയർ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കേക്ക് ഏകദേശം ഫിനിഷ് ചെയ്തു. ഇത് ടോപ്പിൽ വെക്കുന്ന കേക്കും കൂടി നമുക്കൊന്ന് റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡ് കണ്ട ഞെട്ടണ്ട കേട്ടോ. എല്ലാ ബേക്കേഴ്സിൻ്റെ അടുത്തും ചിലപ്പോൾ കാണും ഇതുപോലെ യൂസ് ചെയ്യുന്ന ഒരു ബോർഡ്. ഇതിൻ്റെ സിൽവർ കോട്ടിംഗ് ഒക്കെ പോയതാണ് കേട്ടോ. നോർമലി ഇതുപോലെ 2 ടയർ കേക്കൊക്കെ വരുന്ന സമയത്ത് ടോപ്പിലെ കേക്ക് ഐസിങ് ചെയ്യാൻ എടുക്കാറുള്ളത് ഇങ്ങനെയുള്ള ബോർഡാണ്. അത് ക്ലീൻ ചെയ്ത് റീയൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഞാൻ പൊതുവെ അങ്ങനെ ആട്ടോ ചെയ്യാറുള്ളത്. ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ടയർ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോഴാണ് സ്റ്റിക്ക് വെക്കാൻ മറന്നുപോയത്. ഇതുപോലെ ഇതിന് മുമ്പും ഞാൻ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ടയർ കേക്കൊക്കെ സ്റ്റിക്കൊന്നും വെക്കാതെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്റ്റിക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കും. പക്ഷേ കേക്കിൻ്റെ വെയിറ്റിൽ ഇരുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തുന്ന കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്ക് ഉണ്ടല്ലോ, അതില്ലാണ്ട് ഞാൻ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം സ്പൈഡർമാൻ ഡിസൈൻ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ നെയിമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഗനാഷ് ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഒരു 1 വീക്കിലേക്ക് അല്ലെങ്കിൽ 4-5 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ സ്പൈഡർമാൻ ഡിസൈനിലേക്കും പിന്നെ കേക്കിലൊക്കെ നെയിം എഴുതാനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിൽ ക്യാമറയിൽ കേക്ക് പതിഞ്ഞ് ഒന്ന് നോക്കാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ ബാക്കി വരുന്ന ഡിസൈനൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. കേക്കിൻ്റെ ഒരു സൈഡ് മാത്രമേ ക്യാമറയിൽ വന്നിട്ടുള്ളൂ. ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. സ്പൈഡർ വെബ്സ് ഒക്കെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെ ചെയ്തു. അതിനുശേഷം ബ്ലൂ കളർ വെച്ചിട്ട് ഒരു ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ അതും ക്യാമറയിൽ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ക്യാമറയിൽ പതിഞ്ഞതും പതിയാത്തതും ഒക്കെ ആയിട്ട് കേക്ക് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സ്പൈഡർമാൻ കേക്ക് ഡിസൈനാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ തീം കേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.